ഹലോ, ടുഡേ ഐ എം ഗോയിങ് ടു ഷെയർ എ ലിറ്റിൽ അബൌട്ട് ഓണം. അപ്പോഴേ എല്ലാ കൊല്ലത്തെ ഓണത്തിനും ഞങ്ങൾ ഉണ്ടാക്കലില്ല കേട്ടോ. ഇത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കണത്. ഉണ്ടാക്കാൻ എന്നാലൊക്കെ വേഗം കഴിയും. ഞങ്ങൾ രാവിലെ തന്നെ ഒന്നൊക്കെ കേട്ടോ അതിൻ്റെ പരിപാടിക്ക്, എന്നാലേ ഉച്ചയാകുമ്പത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ അനിയൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഞാൻ അവിയലിനും സാമ്പാറിനൊക്കെ അരിഞ്ഞു. ഞാൻ അരിയാൻ എന്നാൽ ഉമ്മച്ചിക്ക് ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ. അതിനാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ ആക്കിയത്. സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞെന്താ അറിയോ, ഇത് അരിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. അങ്ങനെ ക്യാബേജ് അരിഞ്ഞ് ഗ്രീൻ ഗ്രാമൊക്കെ അരിഞ്ഞ് ഒക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ഇത് വേഗം കഴിയൂലെന്ന് വിചാരിച്ചിട്ടാട്ടോ രാവിലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് ഇത് പെട്ടെന്ന് കഴിയുമെന്ന് മനസ്സിലായത്. അങ്ങനെ ചെറുതായിട്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മാക്കുള്ള പണിയാണ്, അതായത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വരണമല്ലോ. അപ്പോൾ അത് ഉമ്മൻ്റെ പണിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ചായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പപ്പടം, ചോറ്, അതുപോലെ കേബേജ് തോരന്, നമ്മുടെ ഗ്രീൻ ഗ്രാം ഉപ്പേരി, ഗ്രീൻ ഗ്രാം തോരന്, മോരുകറി, അതുപോലെ സാമ്പാർ. അച്ചാർ നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അച്ചാറുണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു. നമ്മുടെ ജാഗരിയാണ് കേട്ടോ, അതായത് നമ്മുടെ സ്വീറ്റ് ആൻഡ് സുവർ പിക്കിളാണ്. നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാലട പ്രഥമൻ. അപ്പം ഇതാണ് നമ്മുടെ സദ്യ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇമ്മ പറഞ്ഞത് വാഴൻ്റെ ഇല വെട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് നാൾ മുന്നേ തന്നെ ഞങ്ങൾ വാഴൻ്റെ ഇലയൊക്കെ നല്ല കാട് പോലെ ആയപ്പോൾ വെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇല കിട്ടാൻ നല്ല ബുദ്ധിമുട്ടിട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് 4 ഇല പൊട്ടിച്ചു. അങ്ങനെ ആ ഇലകളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോഴേ ഓണൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിനെ പറ്റിയിട്ട് ഞങ്ങളോട് 2 വാക്ക് പറയണമല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ ഓഫ് കേരള ആൻഡ് അവർ റിച്ച് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. ദെൻ so many flowers and ഓണപ്പൂക്കളം and ഓണസദ്യ. It was so delicious. I like it so much. So guys, let's celebrate this beautiful ഓണം together. അങ്ങനെ I wind up to my 2 വാക്ക് for ഓണം. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തോന്നി. അപ്പോൾ ആദ്യം റൈസ്, 2 കോരി റൈസ് ഇട്ടു. ദെൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാമ്പാറാണ്. അടുത്തത് നമ്മുടെ ഗ്രീൻ ഗ്രാം തോരൻ, ഉപ്പേരിയാണ്. ദെൻ ഗ്രീൻ ഗ്രാം തോരനാണ്. അത് കഴിഞ്ഞിട്ട് കേബേജ് തോരനാണ്. അത് കഴിഞ്ഞിട്ട് അവിയലാണ്. ദെൻ നമ്മുടെ ജഗരി സ്വീറ്റ് ആൻഡ് സുവർ പിക്കിൾ. ഞാൻ പറയുന്ന സ്പീഡും അതുപോലെ വിളമ്പുന്നതും സ്ലോ മോഷൻ ആവുന്നുണ്ടല്ലോ ഗൈസ്, സോ സോറി. ഞങ്ങൾ സെക്കൻഡ് ടൈം ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാണിക്കണമല്ലോ. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഒഴിച്ചുകറിയാണ് കേട്ടോ, അതായത് മോരുകറിയാണ്. ദെൻ പപ്പടം, പഴം, പായസമാണ്. നമ്മുടെ അടപ്രഥമ പായസം കേട്ടോ. കുറച്ച് തിക്നെസ് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സാരില്ല, എന്തായാലും നമുക്ക് കഴിച്ച് തുടങ്ങാം കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്തത് ഞാനാണെങ്കിലും ഉണ്ടാക്കിയതൊക്കെ എൻ്റെ ഉമ്മ കേട്ടോ. ഉമ്മച്ചിക്കാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. എനിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ലാഗാണ്. അങ്ങനെ ഗൈസ്, ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ക്യാബേജ് തോരനും പിന്നെ അവിയലും സാമ്പാറും ഒഴിച്ചുകറിയും കൂടുതൽ ഇഷ്ടം. അതിക്ക് മറ്റേ ഗ്രീൻ ഗ്രാം അതിൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പയർ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടോ കഴിക്കുന്നത്. ഉമ്മച്ചും 2 അനിയന്മാരും ഞാനും ഒക്കെ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാനൊരു സാധനം പറയാൻ വിട്ടുപോയി, എൻ്റെ ജാഗരി സ്വീറ്റ് ആൻഡ് സുവർ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഈ കുഴച്ച ചോറുണ്ടല്ലോ അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഴച്ചതാണ്. പക്ഷെ അത് ബാക്കിയാക്കിയിട്ടുണ്ട്, കാരണം എനിക്ക് എല്ലാം ക്ലീൻ ആയിട്ട് കാണാം. എന്തിനാന്ന് വെച്ചാൽ പായസം, പഴം, പപ്പടമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഗൈസ് പായസം അതിൽ തന്നെ അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ തിക്നെസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറിക്കുന്നറിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ്, ഇതൊക്കെ എൻ്റെ ഒരു സ്കിൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പറയും. നമ്മൾ പോവാണേ. ബൈ ബൈ.